മാർച്ച് 24 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ആൾഡമാർ, വിശുദ്ധ കാതറിൻ, വിശുദ്ധ ഓസ്കാർ റൊമേരോ, വിശുദ്ധ തിമോലാസ്, വിശുദ്ധ ഡിയോനീഷ്യസ്, വിശുദ്ധ റോമുലൂസ്, വിശുദ്ധ പൗസിസ്, വിശുദ്ധ അലക്സാണ്ടർ, വിശുദ്ധ കൈറിയോൺ, വിശുദ്ധ കാമിൻ, വിശുദ്ധ ഡോമൻഗാർഡ്, വിശുദ്ധ എപ്പിഗമ്യൂസ്, വിശുദ്ധ ഓസ്കാർ റൊമേരോ. ശബ്ദമില്ലാത്ത ദരിദ്ര ലക്ഷ്യങ്ങൾക്ക് ശബ്ദമേകിയതിൻ്റെ പേരിൽ ദിവ്യബലി മധ്യ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന ഇടയശ്രേഷ്ഠനാണ് ആർച്ച് ബിഷപ്പ് ഓസ്കാർ അർണുൾഫോ റൊമേരോ ഇ ഗാൾഡമാസ്. ദാരിദ്ര്യത്തിനും സാമൂഹിക അനീതിക്കും കൊലപാതകങ്ങൾക്കും പീഡനങ്ങൾക്കുമെതിരെ എൽ സാൽവദോറിലെ പട്ടാള ഭരണകൂടത്തോട് അദ്ദേഹം ധൈര്യപൂർവ്വം കലഹിച്ചു. ആ ശബ്ദം ഇല്ലാതാക്കാൻ ശ്രമിച്ചവർ പക്ഷേ ആത്യന്തികമായി പരാജയപ്പെട്ടു. എൽ സാൽവദോറിലെ സ്യൂദാദ് ബാരിയോസിൽ അംഗസംഖ്യയേറെയുള്ള ഒരു കുടുംബത്തിൽ ഓസ്കാർ റൊമേരോ 1917 ഓഗസ്റ്റ് 15 ജനിച്ചു. കുടുംബത്തിലെ സാമ്പത്തിക പരാധീനതകൾ കാരണം 12ാമത്തെ വയസ്സിൽ പഠനം നിർത്തി മരപ്പണി ചെയ്യേണ്ടി വന്നെങ്കിലും ഒരു വൈദികനാകുന്നതിന് നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്ന ഓസ്കാർ 14ാമത്തെ വയസ്സിൽ സെമിനാരിയിൽ ചേർന്നു. 1942 25ാമത്തെ വയസ്സിൽ വൈദികനായി. ദരിദ്രജനങ്ങളെ സ്വാധീനിക്കുന്നതിൽ റേഡിയോയ്ക്കുള്ള പങ്ക് ശരിയായി മനസ്സിലാക്കിയിരുന്ന ഓസ്കാർ തങ്ങൾക്ക് ദേവാലയത്തിൽ പ്രവേശനമില്ലെന്ന് കരുതിയിരുന്ന ദരിദ്ര കർഷകർക്ക് വേണ്ടി തന്റെ ഞായറാഴ്ച പ്രസംഗങ്ങൾ വിവിധ റേഡിയോ സ്റ്റേഷനുകളിലൂടെ പ്രക്ഷേപണം ചെയ്യിപ്പിച്ചു. 1970 അദ്ദേഹം സാൻ സാൽവദോറിലെ സഹായമെത്രാനായി. തുടർന്ന് 1974 സാന്തിയാഗോ ദെ മരിയ രൂപതയുടെ മെത്രാനായി. ഇക്കാലത്ത് പാരമ്പര്യങ്ങളെ തകർക്കുന്നതിന് താല്പര്യമില്ലാത്ത ഒരു യാഥാസ്ഥിതികനായാണ് ഓസ്കാർ റൊമേരോ കരുതപ്പെട്ടിരുന്നത്. 1977 എൽ സാൽവദോറിന്റെ തലസ്ഥാനമായ സാൻ സാൽവദോറിന്റെ ആർച്ച് ബിഷപ്പായി റൊമേരോ നിയമിതനായി. അന്ന് എൽ സാൽവദോറിലെ ദരിദ്ര ജനങ്ങളുടെ അവസ്ഥ പരിതാപകരമായിരുന്നു. പട്ടാള മേധാവികൾ എൽ സാൽവദോറിലെ ജനങ്ങളെ, പ്രത്യേകിച്ച് നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയ അധ്യാപകരെയും വൈദികരെയും സന്യസ്തരെയും ഒക്കെ നിഷ്ഠൂരമായി വധിച്ചു. ദരിദ്രരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചിരുന്ന പോരാളിയായിരുന്നു സുഹൃത്തും ഈശോസഭ വൈദികനുമായിരുന്ന റൂട്ടീലിയോ ഗ്രാൻഡെ. അദ്ദേഹത്തിന്റെ കൊലപാതകം ആർച്ച് ബിഷപ്പ് റൊമേരോയെ അഗാധമായി സ്വാധീനിച്ചു. തൊട്ടടുത്ത ഞായറാഴ്ച രൂപതാ കത്തീഡ്രലിൽ താൻ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ഒരേയൊരു ദിവ്യബലി മാത്രമേ രൂപതയിലാകെ ആർച്ച് ബിഷപ്പ് റൊമേരോ അനുവദിച്ചിരുന്നുള്ളൂ. ആ ദിവ്യബലിയിൽ ദരിദ്ര ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പുതിയൊരു സ്വരം ഉയർകൊണ്ടു. ആർച്ച് ബിഷപ്പ് റൊമേരോ പട്ടാള ഭരണകൂടത്തിനെതിരെ പ്രസംഗിച്ചു. ഗ്രാമപ്രദേശങ്ങളിൽ നടമാടിക്കൊണ്ടിരുന്ന പട്ടാളത്തിന്റെ കിരാത പ്രവർത്തികളെ അദ്ദേഹം തുറന്നുകാട്ടി. നീതിന്യായ വ്യവസ്ഥയുടെ കൃത്യമായ നിർവഹണം ആർച്ച് ബിഷപ്പ് റൊമേരോ ആവശ്യപ്പെട്ടു. അക്രമ പ്രവർത്തികൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആർച്ച് ബിഷപ്പ് റൊമേരോ വിമോചന ദൈവശാസ്ത്രത്തെ പിന്തുണച്ചില്ല. ഇടയന ജഗണത്തോട് ചേർന്ന് നിൽക്കണമെന്ന് മാത്രമാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. 1979 മെയ് 11 വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ ആർച്ച് ബിഷപ്പ് റൊമേരോയെ റോമിൽ വിളിച്ചു വരുത്തി സ്ഥിതിഗതികൾ ആരാഞ്ഞു. പട്ടാള ഭരണത്തോട് ചേർന്ന് പോകുന്ന മെത്രാന്മാരെ കുറിച്ച് ഓസ്കാർ റൊമേരോ മാർപ്പാപ്പ വിവരം ധരിപ്പിച്ചു. ദരിദ്രരുടെ പക്ഷം ചേരുകയും അവരെ പ്രതിരോധിക്കുകയും ചെയ്യുമ്പോഴാണ് തിരുസഭ പീഡിപ്പിക്കപ്പെടുന്നുവെന്ന് റൊമേരോ ലുവൈനിലെ കാത്തലിക് സർവകലാശാലയിൽ പ്രസംഗിച്ചു. 1980 മാർച്ച് 24 ഓസ്കാർ റൊമേരോ വൈദികരുടെ മാസധ്യാനത്തിൽ സംബന്ധിച്ചു. കത്തോലിക്ക പൗരോഹിത്യത്തിന്റെ വിവിധ മാനങ്ങളെക്കുറിച്ചാണ് അവർ ധ്യാനിച്ചത്. അന്ന് വൈകുന്നേരം ദൈവപരിപാലനയുടെ ആശുപത്രിയിലെ ചാപ്പലിൽ ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാടക കൊലയാളികളാൽ ഓസ്കാർ റൊമേരോ കൊല്ലപ്പെട്ടു. 1170 തോമസ് ബക്കറ്റ് കൊല്ലപ്പെട്ടതിനു ശേഷം ദേവാലയത്തിനുള്ളിൽ വെച്ചൊരു കത്തോലിക്ക മെത്രാൻ കൊല്ലപ്പെട്ടു. ഒരു ദിവ്യകാരന് രക്തസാക്ഷി അദ്ദേഹം മാറി. ദരിദ്രരോട് പക്ഷം ചേർന്നതിന്റെ പേരിൽ രക്തസാക്ഷിയായ മെത്രാൻ തന്റെ ജനത്തിനു വേണ്ടി സമ്പൂർണ്ണമായി നൽകിയതിലാണ് അദ്ദേഹത്തിന്റെ വിശുദ്ധി അടങ്ങിയിരിക്കുന്നത്. തന്റെ ജീവനേക്കാൾ അധികമായി അദ്ദേഹം യേശുവിനെയും അവിടുത്തെ അജഗണങ്ങളെയും സ്നേഹിച്ചു. 2015 മെയ് 23 എൽ സാൽവദോറിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓസ്കാർ റൊമേരോയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. ഓസ്കാർ റൊമേരോയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിനുള്ള വിജ്ഞാപനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒപ്പുവെച്ചു. ഇന്നേ ദിവസം നമുക്കിങ്ങനെ വിചിന്തനം ചെയ്യാം. ഒരു സാധാരണ വിശ്വാസി പോലും സ്നേഹത്താൽ ആമഗ്നായി കഴിഞ്ഞാൽ കരുത്തുള്ളവനും അജയനുമായി തീരും. യേശുവിനോടും അവിടുത്തെ ദരിദ്രരോടുമുള്ള സ്നേഹത്തെക്കുറിച്ച് ഇന്ന് ദിവസം നമുക്ക് ചിന്തിക്കാം. വിശുദ്ധ റൊമാരോയെ പോലെ നമുക്കും ദരിദ്രരെ സ്നേഹിച്ചുകൊണ്ട് ഈശോയെ അനുകരിക്കുന്നവരായി മാറാം. വിശുദ്ധനായ റൊമേരോയെ മിഷണറി പ്രവർത്തകർക്ക് വേണ്ടി പിതാവായ ദൈവത്തിന് മുമ്പിൽ നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.